നമുക്കിന്ന് ഫിഷ് സമൂസയുടെ റെസിപ്പി നോക്കാം. ഫിഷിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു സമൂസ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മാവ് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദപ്പൊടിയാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നെയ്യ് എടുത്താലും മതി. നെയ്യാണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. മാവിൽ ഓയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എങ്കിലേ നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അത് മാവ് കുഴച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടൊന്ന് ഉരുട്ടി നോക്കിയാൽ ഇതുപോലെ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ്. ഇനി ഇതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതൊരു മാവിൻ്റെ പരുവത്തിൽ കിട്ടണം. അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് മൂടിയിട്ട് ഒന്ന് കുറച്ച് നേരം 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ട്യൂണ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫിഷ് സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്യാൻഡ് ട്യൂണയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കഴുകിയിട്ടൊന്ന് വെള്ളം വാർത്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. ട്യൂണ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏത് മീനും നമുക്ക് യൂസ് ചെയ്യാം. മീനിൻ്റെ മീറ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ളത് കൊണ്ട് ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ജീരകം നമ്മളിതിലേക്ക് ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം. വെളിച്ചെണ്ണയിലേക്ക് ആദ്യം നമ്മൾ ജീരകമാണ് ആഡ് ചെയ്യേണ്ടത്. അതൊന്ന് വറവാകുന്ന സമയത്താണ് നമ്മളതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഒന്ന് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളം ഒഴിവാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ട്യൂണ ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തതാണ്. കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിരുന്നു. അതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക.
അപ്പോൾ നമ്മുടെ സമൂസയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാം. നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് എടുത്തിട്ടൊന്ന് ചെറിയ ഉരുളകളാക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോളുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തി എടുക്കണം, നമ്മുടെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാനിതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ടൊന്ന് ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. ഫില്ലിംഗ് ഏകദേശം ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് നീളത്തിലൊന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ആ ഒരു നീളത്തിലുള്ള ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കുക. എങ്കിലേ നമുക്ക് ആ ഒരു മീനിൻ്റെ ഷേപ്പ് ശരിയായ രീതിയിൽ കിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡ് ഭാഗങ്ങളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് നമ്മുടെ മാവിൻ്റെ ആ ഭാഗം തൊട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 5-6 പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിലും ഒരുപോലെ, ഒരു സൈഡിൽ എങ്ങനെയാണോ കട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റേ സൈഡിലും അതേ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കണം. അതിനായിട്ട് അതിൻ്റെ മേൽഭാഗത്തുള്ള ഒരു പീസ് ഉണ്ടല്ലോ, അതൊന്ന് രണ്ട് ഭാഗത്തേക്കും ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഒരു ഭാഗം മടക്കിയതിന് ശേഷം മറ്റേ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഒന്ന് സൈഡിലോട്ട് മടക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ മടക്കുക. ഒരു സൈഡ് മടക്കി കഴിഞ്ഞാൽ മറ്റേ സൈഡിലുള്ള അതേ ഭാഗമാണ് മടക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമ്മുടെ മീനിന് കണ്ണ് വേണ്ടേ, അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രാമ്പുവാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം.
ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സമൂസ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രീവിയസ് വീഡിയോസൊക്കെ കാണാനും മറക്കരുത്. കൂടാതെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.